വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മയുടെ മകൾ ഋതിക വർമ്മ വിവാഹിതയായി. പ്രതാപ് വർമ്മയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് രാജു വേണുഗോപാലാണ് വരൻ. വളരെ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം നടന്നത്. വരന്റെയും വധുവിന്റെയും കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. സമൂഹത്തിന് മാതൃകയാകുന്ന ഇത്തരം ലളിതമായ നീ എന്തായി കാണിക്കുന്നേ? മോളെ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? നമ്മുടെ വീടല്ലേ ഇത്? മോളെ, അടങ്ങി നിക്ക്. രമ്യ, ഒന്ന് പറയുന്ന കേൾക്കാൻ. അയ്യോ, രമ്യ, ഇവര് വായു വിലങ്ങി തട്ടിപ്പോയതാണോ അതോ ആർക്കെങ്കിലും വേല കൊടുക്കല പ്ലാൻ ആലോചിക്കണോ? അമ്മേ, അമ്മേ, എടാ, നമുക്ക് എത്ര സേവകര് വേണം? എടാ, നമ്മുടെ കൊട്ടാരത്തിലേക്ക് എത്ര സേവകര് വേണം? എത്ര കുതിരകൾ വേണം? കിളി പോയാ അമ്മേ? ഓ, നല്ലൊരു സ്വപ്നമായിരുന്നു. ഈ വൃത്തികെട്ടവൻ അത് നശിപ്പിച്ച്. കൊട്ടാരത്തിൽ കയറി കൊച്ചമ്മേണി തമ്പുരാട്ടി വിലസിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നല്ലേ? എന്താ വിലസിയാല്? എടാ, മലർക്കൊടിക്കാരന്റെ സ്വപ്നമൊന്നും അല്ലല്ലോ, നടക്കാൻ പോണ സ്വപ്നമല്ലേ? ധൃതിമോളുടെ കൊട്ടാരം ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കും. ഈ സ്വപ്നം കാണല് മാത്രമല്ലേ ഉള്ളൂ, കച്ചവടവും നടക്കുന്നില്ലല്ലോ. ഒരു 10,000 മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ അമ്മേ? എടാ, പയ്യെ തിന്നാ പനയും തിന്നാന്നാ പ്രമാണം. അങ്ങനെ പതുക്കെ പതുക്കെ കൊട്ടാരത്തിലെത്തണം. നിന്റെ ഭാര്യ വരുന്നുണ്ട്. ഈ കാര്യം അവൾ അറിയണ്ട. അവള് രമ്യയുടെ ആളാ. എന്താ അമ്മയും മോനും കൂടെ ഒരു ഗൂഢാലോചന? ഞാന് പിന്നെ ഇവന് വേറൊരു കല്യാണം ആലോചിച്ചതാ. ഇവന്റെ അമ്മാവന്റെ മോൾ ഒരുത്തി പൊര നിറഞ്ഞു ഓട് തകർത്ത് അവളെ നിപ്പോണ്ട്. അവളെ കെട്ടിച്ചു കൊടുക്കാന്ന് കരുതി. തള്ള ഇന്നത്തെ യുദ്ധത്തിനുള്ള ശങ്ക വിളിച്ച്. എന്റെ ദൈവമേ! അമ്മേ, അച്ഛാ. എന്താടാ? ഞാൻ ജോലിക്കായിട്ട് വർമ്മ സാറിന്റെ അടുത്തേക്ക് പോവാ. എന്താ പറഞ്ഞേ? ഭാര്യ വീട്ടിലേക്ക് ജോലിക്ക് പോന്നെന്നാ? ഇനി ഭാര്യ വീട്ടിലേക്ക് പോണതേ മരുമോനായിട്ടായിരിക്കണം, അല്ലാതെ പണിക്കാരനായിട്ടല്ല. അതിനവൻ മരപ്പണിക്കാരനായിട്ട് പോണതല്ല. അവൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ PA ആണ്. അപ്പോ ഗവൺമെന്റ് സ്റ്റാഫ്. PA ആവുന്നതിന് മുൻപും ഞാൻ വർമ്മ സാറിന്റെ വിശ്വസനായ ജോലിക്കാരനാ. ഇവൻ എപ്പോഴും ആ വർമ്മയുടെ തിരുമോന്ത കണ്ടോണ്ടിരിക്കണം. അല്ല, ഭാര്യയെ കൂടെ എഴുന്നള്ളിക്കുന്നില്ലേ? അകലേ നോവിനാലേ